ഞാൻ നോക്കുമ്പോൾ ഒരു പാമ്പ് ഇതുപോലെ മണ്ണിന്റെ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. രണ്ട് അപരന്മാരുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാമ്പാണിത്. ഇതേപോലെ ഇരിക്കുന്ന ആദ്യത്തെ പാമ്പ് ചേനത്തണ്ടൻ അല്ലെങ്കിൽ പയ്യാനി എന്ന് വിളിക്കുന്ന വളരെ അപകടകാരിയായ റസൽസ് വൈപ്പറാണ്. പക്ഷേ ചങ്ങലക്കണ്ണികൾ പരസ്പരം ബന്ധിച്ച പോലെയുള്ള പുള്ളികളാണ് അതിന്റെ ശരീരത്തുള്ളത്. ക്രമരഹിതമായി ചിതറിക്കിടക്കുന്ന പുള്ളികളാണ് ഈ കാണുന്ന മണ്ണുള്ളിയന്റെ ദേഹത്തുള്ളത്. ഇനി എങ്ങനെയുള്ള പുള്ളികളാണ് ഇതിന്റെ ദേഹത്തുള്ളത് എന്ന് നിങ്ങൾ അടുത്തുപോയി നോക്കേണ്ടതില്ല. കാരണം ആദ്യം പറഞ്ഞ ചേനത്തണ്ടൻ ചാടിക്കടിക്കുന്നവനാണ്. ഇനി രണ്ടാമത്തെ അപരനായ മലമ്പാമ്പിനും പുള്ളികൾ ഇതുപോലെ ക്രമരഹിതമായിട്ടാണുള്ളത്. പക്ഷെ ഈ മണ്ണുളിയന്റെ വാലിന്റെ അറ്റം അത്യാവശ്യം വണ്ണമുള്ളതാണ്. മലമ്പാമ്പിന്റെ അങ്ങനെയല്ല. പൂഴിയുടെയും മണ്ണിന്റെയും എല്ലാം ഉള്ളിൽ കണ്ണു മാത്രം പുറത്തേക്കിട്ട് ഈ മണ്ണുളിയൻ ഇരിക്കും. എന്നിട്ട് വല്ല എലിയോ തവളയോ മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ അതിനെ ചാടി പിടിച്ച് ആഹാരമാക്കും. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 4 ഉൾപ്പെട്ട പാമ്പായതുകൊണ്ട് ഇതിനെ തല്ലിക്കൊല്ലുന്നത് ശിക്ഷാർഹമാണ്. ഇനി ഇതാണെന്ന് കരുതി ഇതിന്റെ അപരനായ മലമ്പാമ്പിനെയാണ് കൊല്ലുന്നത് എങ്കിൽ അത് ഷെഡ്യൂൾ 1 ഉൾപ്പെട്ട പാമ്പാണ്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ജയിലിലോട്ട് പോവാം. ഞങ്ങൾ ഇതിനെ മണ്ണുളിയൻ എന്താണ് വിളിക്കാറുള്ളത്? നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുക എന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിനെ ഫോളോ ചെയ്യാനും മറക്കല്ലേ.